റബിയത്തിനോട് നീ ചോദിക്കണം എന്ന് റബിയത്തിനോട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ല. അവിടുന്ന് പറഞ്ഞത് ഗൈറ ദാലിക, അതല്ലാത്തതില്ലേ റബിയ. ഇത് രണ്ടു നിലക്കായിരിക്കും. അതല്ലാത്തതില്ലേ എന്ന് പറയാൻ കാരണം റബിയത്തിന്റെ മനസ്സിനെ പരീക്ഷിക്കലാണ്. റബിയത്തിന്റെ ഉദ്ദേശം വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഗൈറ ദാലിക അഥവാ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം, തങ്ങൾക്ക് കിട്ടുന്ന സുഖം, തങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഈ ലോകത്ത് ഒരു പ്രവാചകനിക്കും കിട്ടുകയില്ല. ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിട്ടുന്ന നിഅമത്ത് കിട്ടുകയില്ല. മൂസാ നബി അലൈഹിസ്സലാം ആണെങ്കിലും തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ കിട്ടുന്ന ഉന്നത സ്ഥാനം കിട്ടുകയില്ലല്ലോ. ഇവിടെ ഒരു അമ്പിയാക്കൾക്കും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം കിട്ടൂല. അതല്ലേ നേരത്തെ പറഞ്ഞത്. ഉലുൽ അസ്മിന്റെ സ്ഥാനം എവിടെയാണോ അഞ്ചം കുരിക്കപ്പെടുന്നത് അവിടെ നിന്നാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ സ്ഥാനം തുടങ്ങുന്നത് തന്നെ. കണ്ടോ? ഉലുൽ അസ്മിൽപ്പെട്ട മഹത്തുക്കളായ അമ്പിയാക്കൾക്ക് സ്ഥാനം എവിടെയാണോ തീർന്നു പോകുന്നത് അവിടെ മുതൽക്കാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്ഥാനം തുടങ്ങുന്നത്. അതിന് അറ്റമില്ല എന്നാണ് മഹാനവറുകൾ പഠിപ്പിച്ചത്. അത്രയും വലിയ സ്ഥാനം ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുക്കും. അങ്ങനെയുള്ള സ്ഥാനം കിട്ടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സുഹബത്തിന്റെ കൂടെ സുഹബത്തായി ജീവിക്കണം, അവിടുത്തെ കൂട്ടുജീവിതം നയിക്കണം എന്നത് വലിയ സ്ഥാനമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടുജീവിതം നയിക്കണമെങ്കിൽ അവർക്ക് കിട്ടിയ സ്ഥാനം ഈ സഹാബത്തിനും കിട്ടണം. ഏറ്റവും ഉന്നതമായ സ്ഥാനമായതുകൊണ്ടാണ് അബ ഗൈറ ദാലിക യാ റബിയ, ഇത് നീ ചോദിച്ചത് വലിയ ഗൗരവമുള്ള കാര്യമായി പോയി, അതല്ലാത്തതുണ്ടോ റബിയ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട റബിയത്ത് റളിയല്ലാഹു അൻഹു വിടുന്ന പ്രശ്നമില്ല. ഹുവദാക 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 യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എനിക്ക് വേറൊന്നും ആവശ്യമില്ല, അത് തന്നെയാണ്, അത് തന്നെ വേണം എനിക്ക്. ചോദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി ആ ചോദ്യം മടക്കുന്ന അവസരമില്ല. ആ ചോദ്യത്തിന് മറുപടി കൊടുക്കൽ തന്നെ, അത് തന്നെയാണ് നബി എനിക്ക് വേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുത്തു, എന്നാൽ ഞാൻ നിനക്ക് ആ സ്ഥാനം തരാം. അഇന്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, സുജൂദിനെ അധികരിപ്പിക്കൽ കൊണ്ട് അഥവാ സുന്നത്തു നിക്കാരം ധാരാളം നിസ്കരിക്കൽ കൊണ്ട് ആ സ്ഥാനം എത്തിപ്പെടാൻ എന്നെ സഹകരിക്കണം റബിയ. അതുകൊണ്ട് ചിന്തിക്കണം, ഓരോ മനുഷ്യൻ അല്ലാഹുവിലേക്ക് എത്തണമെങ്കിൽ അവനിക്ക് നിസ്കാരം വേണം. നിസ്കാരമില്ലാതെ അല്ലാഹുവിലേക്ക് ചേരാൻ കഴിയില്ല. സുന്നത്ത് നിസ്കാരം ധാരാളം നിസ്കരിക്കൽ കൊണ്ട് അല്ലാഹുവിലേക്ക് അടുപ്പ് സൃഷ്ടിക്കും, അടുപ്പുണ്ടാകുമെന്നാണ് പറഞ്ഞത്. അവൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവന്റെ കൈ ഞാനാകും എന്ന് പറഞ്ഞില്ലേ, അവന്റെ കാല് ഞാനാകും എന്ന് പറഞ്ഞില്ലേ. ഇത് ഖുദ്സിയ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ചതൊന്നും അല്ലാഹു തൃപ്തിപ്പെടാത്തതൊന്നും എന്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയില്ല, എന്റെ കൈ കൊണ്ട് ഞാൻ ചെയ്യുകയില്ല, എന്റെ കാലുകൊണ്ട് പ്രവർത്തിക്കുകയില്ല. ഇതാണ് ഏറ്റെടുത്ത് സംരക്ഷിക്കൽ, വിലായത്ത്, വിലായത്തുല്ലാഹി തആല, അല്ലാഹുവിന്റെ ഏറ്റെടുത്ത സംരക്ഷണം. ഇതാണ് സമ്പൂർണ്ണാർത്ഥത്തിൽ. അഖിമിസ്സലാത ലിദിക്രി, നിസ്കാരം എന്റെ ഓർമ്മിക്കാൻ വേണ്ടി നിങ്ങൾ നിലനിർത്തണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിസ്കാരം കൂടാതെ അല്ലാഹുവിനെ ഓർമ്മിപ്പിക്കാൻ കഴിയില്ല, അല്ലാഹുവിനെ ഓർക്കാൻ കഴിയില്ല. ഉദ്കുറൂനി അദ്കുറുക്കും വസ്കുറൂലി വലാ തക്ഫുറൂൻ, ഉദ്കുറൂനി അദ്കുറുക്കും, എന്നെ നിങ്ങൾ ഓർത്തു ജീവിക്കണമെന്ന് നിങ്ങളെ ഞാൻ ഏറ്റെടുത്ത് സംരക്ഷിക്കാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അല്ലാഹു പറഞ്ഞു വദിക്റുല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ദിക്ർ അത് ഏറ്റവും വലുതാണ്. ഇതിന് രണ്ട് വ്യാഖ്യാനം.